അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും സൽസ്വഭാവിയായിരുന്നു. വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. അള്ളാഹു തന്നെ പ്രവാചകനെ അങ്ങേയറ്റം സ്തുതിച്ച് പ്രകീർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമാണ് സൽസ്വഭാവം എന്നത്. സൽസ്വഭാവം ഒരാൾക്കുണ്ടായിക്കഴിഞ്ഞാൽ അയാൾ സ്വർഗത്തിൻ്റെ മധ്യത്തിലായിരിക്കും. ഒരു മനുഷ്യൻ സ്വർഗപ്രവേശനത്തിന് പ്രധാനപ്പെട്ട കാരണമായി തീരുന്നത് തഖ്വയും ഹുസ്നുൽ ഖുൽഖുമാണ്. ഹുസ്നുൽ ഖുൽഖ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് മനുഷ്യ സ്വഭാവം ഉണ്ടാവുക, എല്ലാറ്റിനെയും ക്ഷമിക്കാനും പൊറുക്കാനും മാപ്പ് കൊടുക്കാനും എല്ലാവരിലും നല്ലവനായി തീരാനും സാധിക്കുക, മനുഷ്യർക്ക് എല്ലാവർക്കും ഗുണം ചെയ്യുന്നവനായിക്കൊണ്ട് സത്യസന്ധനാവാൻ കഴിയുക, ചതിയും വഞ്ചനയും വെട്ടിപ്പും തട്ടിപ്പുമില്ലാതെ സുരക്ഷിതരായിക്കൊണ്ട് ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നവനായി ജീവിക്കാൻ സാധിക്കുക, എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ സാധിക്കുക, എല്ലാവരെയും സമാധാനിപ്പിക്കാൻ സാധിക്കുക, എല്ലാവരെയും സഹായിക്കാൻ സാധിക്കുക. ഇതൊക്കെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവവും പ്രകൃതിയും. ആ പ്രകൃതി വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് നടത്തിയത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നീ എങ്ങാനും പരുഷ സ്വഭാവിയായിരുന്നുവെങ്കിൽ ആളുകളൊക്കെ നിന്നെ വിട്ടെറിഞ്ഞ് എന്നേ പോയിരുന്നേനെ. ആ സ്വഭാവങ്ങളുടെ ഗുണത്തിൽപ്പെട്ട ഏറ്റവും നല്ലൊരു സ്വഭാവമാകുന്നു വിനയവും താഴ്മയും എന്ന് പറയുന്നത്. ആ ഒരൊറ്റ സ്വഭാവം ഇല്ലാത്തത് കൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാമയുടെ കാൽക്കീഴിൽ സുജൂദ് ചെയ്യുന്നതിനുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയെ ധിക്കരിച്ച് അനുസരണക്കേട് കാണിച്ചതിൻ്റെ പേരിൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി നരകത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മാത്രം കാരണമായി തീർന്നത്, സ്വർഗത്തിൽ നിന്ന് പുറത്താകുന്നതിൻ്റെ കാരണമായി തീർന്നതിൻ്റെ കാരണം അഹങ്കാരമായിരുന്നു. ആരുടെയെങ്കിലും മനസ്സിൽ മങ്കാന ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിനൽ കിബ്ർ ലാ യദ്ഖുലുൽ ജന്ന എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇതൊരു സ്വഭാവമാണ്. അതൊരു വിശ്വാസ കാര്യമല്ല, കർമ്മകാര്യമല്ല, ഈമാൻ കാര്യമല്ല, ഇസ്ലാം കാര്യമല്ല, സ്വഭാവമാണ്. ആൾ സ്വഭാവം നന്നായി തീർന്നു കഴിഞ്ഞാൽ എല്ലാം നന്നായി, സ്വഭാവം ചീത്തയായി തീർന്നാൽ എല്ലാം ചീത്തയായി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവശുദ്ധി കൂടി പരിശോധിക്കുന്നുണ്ട്. നമുക്ക് പദവികൾ നൽകാൻ, നമ്മൾക്ക് സ്ഥാനങ്ങൾ നൽകാൻ, മാനങ്ങൾ നൽകാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നോക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കുന്നുണ്ടോ ഇല്ലേ എന്നതാണ്. അതുകൊണ്ട് വലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് എല്ലാവർക്കും പ്രവാചകൻ്റെ ജീവിതത്തിൽ വളരെ നല്ല മാതൃകയുണ്ട്. പ്രവാചകൻ കുടുംബത്തോടൊപ്പം, അതുപോലെ കൂട്ടുകാരോടൊപ്പം, സഹാബികളോടൊപ്പം, എല്ലാ മാലോകരോടും മുഴുവനോടൊപ്പം എത്രമാത്രം സൗമ്യനായിട്ടാണ് ജീവിച്ചത്. ഈ സൗമ്യ ജീവിതവും സ്നേഹത്തിൻ്റെ ജീവിതവുമായിരിക്കണം നമ്മുടെ സന്ദേശം. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല സ്വഭാവമുള്ള ആളുകളുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇതെല്ലാവിധത്തിലുമുള്ള ദുഷ്സ്വഭാവങ്ങളിൽ നിന്ന് പടച്ച തമ്പുരാൻ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.